ഏതായാലും പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് കാസർഗോഡ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് അല്പം ഇടഞ്ഞു നിന്ന ഷാനവാസ് പാദൂർ ഇപ്പോൾ ഇതാ LDF സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയിരിക്കുകയാണ്. റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു കാസർഗോഡ് എന്നതാണ് ഇതാ ദൃശ്യങ്ങളിൽ കാണാം. INL-ന്റെ സീറ്റായിരുന്നു. അവിടെ LDF സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ CPM-നൊപ്പമാണ്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. 2020-ലാണ് ഇടത് സ്വതന്ത്രനായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് മുമ്പ് ജയിച്ചതാണ്. കോൺഗ്രസിൽ നിന്നൊക്കെ അകന്നു വന്നതാണ് ഷാനവാസ് പാദൂർ. അപ്പോ അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ആവേശകരമായി ഷാനവാസ് പാദൂരുമായി കാസർഗോഡ് പ്രചാരണത്തിന് ഇറങ്ങുകയാണ് അല്ലേ? വലിയ ആവേശകരമായ പ്രചരണത്തിന് ഷാനവാസ് പാദൂർ തുടക്കം കുറിച്ചിരിക്കുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഷാനവാസ് പാദൂർ കാസർഗോഡ് സ്ഥാനാർത്ഥിയാവണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വം ഷാനവാസ് പാദൂരിനെ സമീപിച്ചിരുന്നു. ഒടുവിൽ ഷാനവാസ് പാദൂർ സമ്മതം മൂളി ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിലേക്ക് ഷാനവാസ് പാദൂർ കളത്തിലിറങ്ങി. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ തന്നെ വലിയ ആവേശം LDF പ്രവർത്തകർക്കുണ്ട്, CPM പ്രവർത്തകർക്കുണ്ട്, INL പ്രവർത്തകർക്കുണ്ട്. വലിയ ആവേശത്തിലാണ്. ഇത്തവണ മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖല അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യമുള്ള ഈ മണ്ഡലത്തിൽ വലിയ വോട്ട് നേടും, വിജയിക്കുമെന്നാണ് ഷാനവാസ് പാദൂരിന്റെ പ്രതീക്ഷ. വലിയ പ്രതീക്ഷയിലാണ്. നമ്മളെ ഈ നാട് ആഗ്രഹിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ഈ നാട്ടിലേക്ക് യാഥാർത്ഥ്യമാക്കണം. അതാക്കാനുള്ള ആഗ്രഹമുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരെ പിന്തുണയാണ് നമുക്ക് ഈ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉറപ്പിച്ചൂടെ? 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചെങ്കള ഡിവിഷനിലെ വലിയ വോട്ട് വിഹിതം വാങ്ങിയാണ് അങ്ങ് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുന്നത്. ചെങ്കള ഡിവിഷനിലെ വോട്ടാണ് മുസ്ലിം ലീഗിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്കാലവും തുണച്ചിട്ടുണ്ട്. ഇത്തവണ അതിനൊരു മാറ്റമുണ്ടാകും. ഞാൻ കഴിഞ്ഞ തവണ പ്രതികരിച്ച ആ ഡിവിഷൻ അതുകൂടി ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം. അപ്പോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവിടുത്തെ പൊതുജനങ്ങൾ ജയിപ്പിച്ചു വിട്ട എന്നെ അവരോട് വേണ്ട കാര്യങ്ങൾ അത് ഏറ്റവും ആത്മാർത്ഥമായി ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും എന്നെ കൈവിടൂല എന്നതാണ് എന്റെ വിശ്വാസം. അതും കൂടി ആവുമ്പോ നമുക്ക് ജയത്തിലേക്ക് എത്താനുള്ള സൂചന തന്നെയല്ലേ അത്. നമുക്ക് എന്തായാലും വലിയ ജനകീയനായ സ്ഥാനാർത്ഥിയാണ് ഷാനവാസ് പാദൂർ. ഷാനവാസ് പാദൂരിനെ ഇത്തവണ LDF കളത്തിലിറക്കിയിരിക്കുന്നു. കാസർഗോഡ് തീർച്ചയായും ഷാനവാസ് പാദൂർ കാസർഗോഡ് വലിയ സ്വാധീനമുള്ള നേതാവാണ്. മുമ്പ് കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അവിടെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നൊക്കെയാണ് അദ്ദേഹം ഇടതുപക്ഷവുമായി എടുത്തത്. അവിടെ LDF ലക്ഷ്യമിടുന്നത് ലീഗ് വോട്ടുകൾ കട്ട്ഷോട്ട് ചെയ്യുക. അത് തന്നെയാണ് ഷാനവാസ് പാദൂരിലൂടെ ലക്ഷ്യമിടുന്നത്. 1977 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിനടുത്ത് ലീഗിന്റെ കോട്ടയാണ് കാസർഗോഡ്. അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു ഇപ്പോൾ LDF. അതുകൊണ്ട് തന്നെ BJP കൂടി പ്രതീക്ഷ വെക്കുന്ന മണ്ഡലത്തിൽ ഷാനവാസ് പാദൂരിലൂടെ ലീഗ് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് സമാഹരിക്കുക എന്നാണ് ഷാനവാസ് പാദൂരിലൂടെ ലക്ഷ്യമിടുന്നത്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷയാണ് ഷാനവാസ് പാദൂർ. പക്ഷേ കാസർഗോഡ് ഫീൽഡ് ചെയ്യുകയാണ്. അവിടെയാണ് ദൗത്യം ഏൽപ്പിക്കുന്നത് ഷാനവാസ് പാദൂരിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.